ഉദ്ധവ് താക്കറെ ഹിന്ദുവിരുദ്ധ നിലപാടിലേക്ക് നീങ്ങുകയാണെന്ന വിമർശനവുമായി ശിവസേന ഷിൻഡെ പക്ഷം നേതാവ് സഞ്ജയ് നിരുപം രംഗത്ത് വന്നു. അതേസമയം ഔറംഗസേബിന്റെ സാംബാജി നഗറിലുള്ള ശവകുടീരത്തെ ചൊല്ലി RSS ആസ്ഥാനമായ നാഗ്പൂരിൽ നടന്ന കലാപത്തെ ഉദ്ധവ് താക്കറെ ചോദ്യം ചെയ്തു. നാഗ്പൂർ കലാപത്തിന് പിന്നാലെ പരസ്പരം പഴിചാരി രാഷ്ട്രീയ പാർട്ടികൾ. മഹാരാഷ്ട്രയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഗ്രൂപ്പുകളുമായാണ് പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമെന്നും താക്കറെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ഹിന്ദുവിരുദ്ധ നിലപാടിലേക്ക് നീങ്ങുകയാണെന്നും ശിവസേന നേതാവ് സഞ്ജയ് നിരുപം കുറ്റപ്പെടുത്തി. നാഗ്പൂർ ആക്രമണത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശികളുമായി ബന്ധപ്പെടുത്തി നിരുപം ഉദ്ധവ് താക്കറെയെ വിമർശിച്ചത്. ഉദ്ധവ് താക്കറെ മാധോശ്രീയിൽ ഔറംഗസേബിന്റെ ഫോട്ടോ വയ്ക്കുന്ന കാലം വിദൂരമല്ലെന്നാണ് നാഗ്പൂർ കലാപത്തെ പരാമർശിച്ച് സഞ്ജയ് നിരുപം പരിഹസിച്ചത്. छत्रपति शिवाजी महाराज का फोटो है, बगल में बहुत जल्दी औरंगजेब का फोटो भी लगाने जा रहे हैं उद्धव ठाकरे जी. പ്രത്യയശാസ്ത്രത്തിലെ ഈ മാറ്റം അന്തരിച്ച ബാലാസാഹിബിന്റെ തത്വങ്ങളോടുള്ള വഞ്ചനയാണെന്നും സഞ്ജയ് നിരുപം ആരോപിച്ചു. 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഔറംഗസേബിന്റെ സംഭാജി നഗറിലുള്ള ശവകുടീരത്തെ ചൊല്ലി RSS ആസ്ഥാനമായ നാഗ്പൂരിൽ നടന്ന കലാപത്തെ ഉദ്ധവ് താക്കറെ ചോദ്യം ചെയ്തിരുന്നു. औरंगजेबाचा थडगा आहे छत्रपती संभाजीनगरमध्ये. महाराष्ट्रामध्ये कुठेही त्याचे तसे पडसाद न उमटले नाहीत, पण नागपूरमध्ये घडलं. ഇതിന് പിന്നാലെയാണ് സഞ്ജയ് നിരുപത്തിന്റെ രൂക്ഷമായ വിമർശനം. ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും സഞ്ജയ് നിരുപം പറഞ്ഞു. അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ മുജാഹിദീൻ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നു. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സഞ്ജയ് നിരുപം ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ മഹാരാഷ്ട്രയിൽ ആവർത്തിക്കാൻ അനുവദിക്കരുതെന്നും സഞ്ജയ് നിരുപം വ്യക്തമാക്കി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.